ഹായ് ഓൾ, ഏവർക്കും ലിറ്റ്ഷ്യൂർ അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2024 ആദ്യ പാദം സെറ്റ് എക്സാം നാളെ നടക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ നിങ്ങളുടെ പ്രിപ്പറേഷനൊക്കെ നന്നായിട്ട് പോകുന്നുണ്ടെന്ന് തന്നെ കരുതുന്നു. അപ്പോൾ നിങ്ങളുടെ പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ട് നിർബന്ധമായും ഉൾപ്പെടുത്തേണ്ട ചില കാര്യങ്ങൾ, ഏറ്റവും അവസാന നിമിഷം ചില സ്ട്രാറ്റജീസ് നിർബന്ധമായും ഉൾപ്പെടുത്തേണ്ടതാണ്. ചിലപ്പോൾ നിങ്ങൾക്കത് അറിവുള്ളതാവാം. ഒരു കാരണവശാലും വിട്ടുപോകരുതെന്ന് കരുതിയിട്ടാണ് ഇന്ന് അതിൻ്റെ എക്സാമിന് തൊട്ട് തലേ ദിവസം ഈ ഒരു കാര്യം ഓർമ്മിപ്പിക്കാൻ വേണ്ടി മാത്രം ഒരു വീഡിയോ ചെയ്യുന്നത്. വീഡിയോയുടെ ദൈർഘ്യം വളരെ വളരെ കുറവ് തന്നെയായിരിക്കും. പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം ഒന്ന് സൂചിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഒന്നാമതായി പറയാനുള്ളത്, നിങ്ങൾ സെറ്റ് ആസ്പിരൻസ് തന്നെ വ്യത്യസ്തമായ തരത്തിലുള്ളവരുണ്ടാകാം. ചിലർ മാസങ്ങളോളം നല്ല രീതിയിൽ പ്രിപ്പറേഷൻ നടത്തിയവരുണ്ടാകാം. ചിലർ എക്സാമിൻ്റെ ഡേറ്റിന് ഏകദേശം 1-2 മാസം മുമ്പ് പ്രിപ്പറേഷൻ തുടങ്ങിയവരുണ്ടാകും. ചിലർ പ്രധാന ആഴ്ചകൾക്ക് മുമ്പായിട്ട് പ്രിപ്പറേഷൻ തുടങ്ങിയവരുണ്ടാകും. അപ്പോൾ വ്യത്യസ്തമായ രീതിയിൽ നിന്നൊക്കെ പ്രിപ്പറേഷൻ നടത്തുന്നവരുണ്ടാകാം. എന്നിരുന്നാലും നിങ്ങൾ എത്രത്തോളം പഠിച്ചു എന്നത്, ആ പഠിച്ചത് ഇല്ലെങ്കിൽ സിലബസ് എത്രത്തോളം കവർ ചെയ്തു എന്ന കാര്യത്തിൽ ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്ന ഒന്നാമത്തെ ഘടകം, നിങ്ങൾ നിർബന്ധമായിട്ടും ചെയ്യേണ്ട കാര്യം റിവിഷനാണ്. നിങ്ങൾ എന്തെല്ലാം ഇത്രയും കാലഘട്ടം കൊണ്ട് വായിച്ചു പഠിച്ചു എന്നുണ്ടെങ്കിൽ അത് ഒന്നും കൂടി വായിക്കാനും പഠിക്കാനുള്ള ശ്രമം ഈ ഒരു കുറഞ്ഞ സമയം നിങ്ങൾ ചെയ്യണം. അല്ലാത്ത പക്ഷം നിങ്ങൾ എന്തൊക്കെ വായിച്ചോ അതെല്ലാം ആ ഒരു എക്സാം ഹാളിൽ എത്തുമ്പോൾ കൃത്യമായ പുനർവായന ഇല്ലെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് മറന്നുപോകും, സംശയം തോന്നും. ഇത് ഞാൻ വായിച്ചതാണോ, ഇത് ഞാൻ വായിക്കാത്തതാണോ എന്ന് പോലും നിങ്ങൾക്കൊരു സംശയം തന്നെ തോന്നാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിർബന്ധമായി ഉൾപ്പെടുത്തേണ്ട ഒന്നാമത്തെ ഘടകം എന്ന് പറയുന്നത് റിവിഷനാണ്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ഈ ഒരു സമയം, അതായത് ഇന്ന് എക്സാമിന് തൊട്ട് തലേ ദിവസം നിർബന്ധമായും ചെയ്യേണ്ട കാര്യം, മാക്സിമം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്കൗട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്കറിയുന്ന പോലെ 2016 സിലബസ് ചേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അറ്റ്ലീസ്റ്റ് 2016 മുതൽ ഈ ഒരു 2023 വരെ നടന്നിട്ടുള്ള ലേറ്റസ്റ്റ് എക്സാം വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പരമാവധി നിങ്ങളത് വർക്കൗട്ട് ചെയ്യാൻ ഈ ഒരു സമയം ശ്രദ്ധിക്കുക. മൂന്നാമത് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സായി, റിവിഷനായി, പിന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം മാക്സിമം, അതായത് ഇപ്പോൾ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, ഇംഗ്ലീഷ് ലിറ്ററേച്ചറുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഗൂഗിളിൽ തന്നെ സെർച്ച് ചെയ്താൽ മാക്സിമം ക്വസ്റ്റ്യൻസ്, ചിലപ്പോൾ നിങ്ങളുടെ സിലബസിൽ മാത്രം ഒതുങ്ങുന്ന തരത്തിലായിരിക്കില്ല, കുറച്ചും കൂടി വാസ്റ്റായ രീതിയിലാവാം. അപ്പോൾ ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ളൊരു സമയമാണ്. അപ്പോൾ നിർബന്ധമായി ഈ ഒരു കുറഞ്ഞ സമയം കൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട പ്രധാനമായും 3 കാര്യങ്ങളാണ്. ഒന്നാമത്തെ കാര്യം റിവിഷൻ നിർബന്ധമായും ചെയ്യുക. രണ്ടാമത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒന്ന് വർക്കൗട്ട് ചെയ്യാൻ ശ്രമിക്കുക. അതും ചെയ്തതിന് ശേഷം സമയമുണ്ടെങ്കിൽ തീർച്ചയായും ഈ ഒരു നിങ്ങളുടെ സബ്ജക്റ്റ് ഏതാണോ ആ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട് കുറച്ചും കൂടി വാസ്റ്റ് രീതിയിൽ ക്വസ്റ്റ്യൻസ് മാത്രം ഒന്ന് കൂടുതൽ വായിക്കാനും പഠിക്കാനുള്ള ശ്രമം നടത്തരുത്. കൂടുതൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ ഇത്രയും കാര്യമാണ് പറയുന്നത്. അപ്പോൾ നാളത്തെ എക്സാം നല്ല രീതിയിൽ തന്നെ എല്ലാവർക്കും എഴുതാനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ലിറ്റ്ഷ്യൂറിൻ്റെ ഭാഗത്തു നിന്നുള്ള എല്ലാവിധ ആശംസകളും നേരുന്നു. കൂടാതെ ടെൻഷൻ പരമാവധി ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക. കാരണം ടെൻഷൻ ഒഴിവാക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾ എത്രത്തോളം വായിച്ചു ഇല്ലേ പഠിച്ചു, ചിലപ്പോൾ ലോജിക്ക് ഉപയോഗിച്ചിട്ട് പോലും ചിലപ്പോൾ ആൻസേഴ്സിലേക്ക് എത്താൻ നമുക്ക് സാധിച്ചു എന്ന് വരും. അപ്പോൾ പ്രധാനമായും ടെൻഷൻ ഒഴിവാക്കുക. സമാധാനത്തിൽ കൃത്യമായ സമയം വിനിയോഗിച്ച് കൃത്യമായ സമയത്തിനനുസരിച്ച് പരീക്ഷയ്ക്ക് ആൻസേഴ്സ് നൽകി നല്ലൊരു വിജയം നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ലിറ്റ്ഷ്യൂർ അക്കാഡമിയുടെ ഭാഗത്തു നിന്നും നമ്മൾ ആശംസിക്കുകയാണ്. സോ ഇറ്റ്സ് ബൈ ഫ്രം ലിറ്റ്ഷ്യൂർ അക്കാഡമി. Thank you all.